എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മങ്ങാട് പാലം, കടവൂർ, നീരാവിൽ പാലം എന്നീ ഭാഗങ്ങളിലെ നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് മങ്ങാട് പാലത്തിന് തൊട്ടു മുന്നെയാണ്. മങ്ങാട് കടവൂർ പാലത്തിൽ സർവീസ് റോഡുകളില്ല. അതിനാൽ മങ്ങാട് പാലം എത്തുന്നതിന് മുന്നേ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. ഇവിടെ തന്നെ വളരെ ചെറിയൊരു അണ്ടർപാസ് കൂടി നിർമ്മിച്ചിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള അണ്ടർപാസാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ വാഹനങ്ങൾക്ക് വേണമെങ്കിലും കടന്നു പോകാം. ഇനി ഇവിടെ നിന്നും നേരെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ അപ്ഡേറ്റുകൾ കാണാം. ഈ ഒരു എൻട്രി പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് ഒരു എക്സിറ്റ് പോയിൻറ്റും നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ റോഡിൻ്റെ ഇടത് സൈഡിലായി ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. മങ്ങാട്, നീരാവിൽ, കാവനാട് ഈ ഭാഗങ്ങളിലൊക്കെ പുതിയ പാലങ്ങളാണ് നിർമ്മിക്കുന്നത്. പഴയ പാലത്തോട് ചേർന്ന് തന്നെയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പഴയ നാഷണൽ ഹൈവേയിലെ പാലത്തിൽ 2 വരികളാണ് ഉണ്ടായിരുന്നത്. പുതുതായി നിർമ്മിക്കുന്ന പാലത്തിൽ 4 വരികളാണുള്ളത്. ഇതിൽ 3 വരികൾ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഡയറക്ഷനിലേക്ക് പോണ വാഹനങ്ങൾക്കും 1 വരി പഴയ 2 വരിയോട് ചേർന്നുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പാലത്തിലൂടെയാണ് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത്. പുതിയ പാലത്തിൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയുള്ള നടപ്പാതയും ഇടത് സൈഡിലായി ക്രമീകരിച്ചിട്ടുണ്ട്. പുതിയ പാലത്തിൽ 3 വരികൾ കഴിഞ്ഞ് ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗും നടന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ പാലത്തിലെ ടാർ ചെയ്ത ഭാഗം ചിപ്പ് ചെയ്ത് മാറ്റി പുതിയ പാലത്തിലെ 1 വരിയോട് കൂട്ടിച്ചേർക്കുന്ന വർക്കാണ് നടക്കുന്നത്. പഴയ പാലവും പുതിയ പാലവും ചേരുന്ന ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻറ്റുകൾ ചെയ്യുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. മധ്യഭാഗത്തെ ക്രാഷ് ബാരിയറിലും വലത് ഭാഗത്തുമൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ഇപ്പോൾ കടവൂർ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെയും റോഡിൻ്റെ വലത് സൈഡിലെ മെയിൻ റോഡിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ ഇനി ബാക്കിയാണ്. ഇവിടെ ഇടത് സൈഡിലുള്ള സർവീസ് റോഡ് കായലിൻ്റെ അടുത്തുവരെ പോയി അവസാനിക്കുകയാണ്. ഇവിടെ സർവീസ് റോഡ് അല്പം ഉയർന്നാണ് പോകുന്നത്. റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. ഇവിടെ മുതൽ കടവൂർ അണ്ടർപാസ് വരെ ഉള്ള ഭാഗം വയൽ പ്രദേശമാണ്. പഴയ നാഷണൽ ഹൈവേയിൽ ഈ ഭാഗത്ത് 2 സൈഡിലും ആറിവാൾ പാനലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുകയായിരുന്നു. കടവൂർ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നത് കൊണ്ട് ഇനിയും നല്ല ഉയരത്തിലായിരിക്കും അത് നിർമ്മിക്കേണ്ടത്. കൊട്ടിയം മൈലക്കാട് നടന്ന അപകടത്തെ തുടർന്ന് കടവൂർ ഭാഗത്തും ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അതിൻ്റെ ഫലമായി ഈ ഒരു ഭാഗത്തും വയാഡക്റ്റുകൾ നിർമ്മിക്കാനുള്ള ഉത്തരവായിട്ടുണ്ട്. ഇവിടെ മുതൽ കടവൂർ അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്ന ഭാഗം വരെ ആയിരിക്കാം പുതിയതായിട്ടുള്ള വയാഡക്റ്റ് നിർമ്മിക്കുന്നത്. ഏകദേശം 100 മീറ്ററിൽ മുകളിൽ വരും. ഇവിടെ ഇടത് സൈഡിലും വലത് സൈഡിലും ആറിവാൾ പാനലിൻ്റെ വർക്ക് ആരംഭിച്ചതാണ്. പഴയ നിർമ്മിതിയിലുണ്ടായിരുന്ന ആറിവാൾ പാനലുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണും ഇനി പൂർണ്ണമായി നീക്കാനുള്ള സാധ്യതയുണ്ട്. സോയിൽ ടെസ്റ്റിങ്ങോ പൈലിങ്ങോ ഒന്നും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കടവൂർ ഭാഗത്ത് നിർമ്മിക്കുന്ന അടിപ്പാത വളരെ ഉയരത്തിലാണ് വരുന്നത്. അപ്പോൾ അതിന് തുല്യമായ രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ വലത് സൈഡിലും ഇടത് സൈഡിലും ഒക്കെ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചതുപ്പും വയലും നിറഞ്ഞ പ്രദേശമാണ്. ഇവിടെ സർവീസ് റോഡ് പോലും ഇപ്പോൾ ഈ വയലിൻ്റെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. ഇടത് സൈഡിൽ നിന്ന് വലത് സൈഡിലേക്ക് വെള്ളം ഒഴുകുന്നതിന് വേണ്ടി ചെറിയ 1-2 കൾവെട്ടുകളാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു അടവ് സംഭവിക്കുകയാണെങ്കിൽ വെള്ളക്കെട്ടുണ്ടാവുകയും വലിയ ദുരന്തത്തിലൊക്കെ അവസാനിക്കും. ഇതുപോലെ വയാഡക്റ്റുകൾ നിർമ്മിക്കേണ്ട ഒരു പ്രദേശമാണ് കല്ലുംതാഴവും പിന്നെ മേവറവുമൊക്കെ.
എന്നാൽ കല്ലുംതാഴത്ത് ഇപ്പോൾ റോഡിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മേവറത്തും വയഡക്റ്റുകൾ നിർമ്മിക്കേണ്ടതായിരുന്നു. അവിടെയും വർക്ക് 80% മുകളിലായി കഴിഞ്ഞു. കൊട്ടിയം കഴിഞ്ഞ് പറക്കുളം ഭാഗത്തും ഇതുപോലെ പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയും വർക്ക് അവസാന ഘട്ടത്തിലാണ്. ഇതുപോലെ സമാനമായ സ്വഭാവമുള്ള പ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിലെ 28 മൈലിലും നാവായിക്കുളത്തും പിന്നെ ആറ്റിങ്ങൽ ബൈപ്പാസിലുമൊക്കെ. ആറ്റിങ്ങൽ ബൈപ്പാസിൽ ആഴംകോണം മുതൽ പാലംകോണം വരെയുള്ള ഭാഗം കംപ്ലീറ്റായും വയലിലും ചതുപ്പിലൂടെയൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് രാമച്ചംവിള മുതൽ മാമം വരെ ഭാഗവും അതുപോലെയുള്ള സ്ഥലമാണ്. മാമത്ത് ഫ്ലൈ ഓവർ നിർമ്മിക്കും എന്നാണ് കേട്ടത്. അതിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. വർക്കിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ സാധ്യത എന്ന് പറയാൻ കഴിയുകയില്ല. കടവൂർ അടിപ്പാതയുടെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടക്കുകയാണ്. കടവൂർ കഴിഞ്ഞിട്ടുള്ള എൻട്രി പോയിൻ്റാണ് ഈ കാണുന്നത്. കൊല്ലം ബൈപ്പാസിൽ അയത്തിലും മങ്ങാടും കഴിഞ്ഞിട്ടുള്ള അടുത്ത എൻട്രി പോയിൻ്റാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നും നേരെ കാണുന്നത് നീരാവിൽ പാലമാണ്. ഈ ഒരു സർവീസ് റോഡ് നേരെ പോയി പാലത്തിന് മുൻവശത്തായി അവസാനിക്കും. കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും 4 വരികളുള്ള പുതിയൊരു പാലമാണ് നിർമ്മിക്കുന്നത്. ഇവിടെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്ക് ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്രോച്ച് റോഡ് കുറച്ച് ഭാഗം വരെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കും നടന്നിട്ടുണ്ട്. ഇനി ഈ കാണുന്ന ഒരു ഭാഗത്താണ് ടാറിംഗ് വർക്കുകൾ പൂർത്തിയാക്കേണ്ടത്. പുതിയ പാലത്തിലെ 3 വരികളുടെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ 3 വരി കഴിഞ്ഞിട്ട് ക്രാഷ് ബാരിയറുകൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു വരി പാത പഴയ പാലത്തിനോട് ചേർന്നാണ് വരുന്നത്. പുതിയ പാലവും പഴയ പാലവും തമ്മിൽ ചേരുന്ന ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിൻറ്റുകൾ ചെയ്തിരിക്കുന്നതായി കാണാം. പുതിയ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ വാഹനങ്ങൾ അതുവഴി കടത്തിവിട്ടതിന് ശേഷമായിരിക്കും പഴയ പാലത്തിലെ താറിങ്ങുകളെല്ലാം ഇളക്കി മാറ്റി താറിങ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും സ്ഥാപിച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നീരാവിൽ പാലത്തിൻ്റെ മറു സൈഡിലെ കാഴ്ചയാണ്. അതായത് പഴയ പാലത്തിൻ്റെ ഭാഗം. ഇവിടെയും പുതിയ പാലത്തിൽ മാത്രമാണ് നടപ്പാതകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലത് സൈഡിലായി കാണുന്നത് കടവൂർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ വർക്കുകളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. മണ്ണ് കുറച്ച് കൊണ്ടുവന്ന് നിരത്തിയതല്ലാതെ. ഇടവിട്ടുള്ള ഭാഗത്ത് അറിവാൾ പാനലുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. കടവൂർ അടിപ്പാത എത്തുന്നതിന് മുന്നേ നോക്കിയാൽ സർവീസ് റോഡ് തീരെ വീതിയില്ലാതെ ഇടുങ്ങിയതായി കാണാം. ഇവിടെയും നല്ല വീതിയുള്ള അടിപ്പാത തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ കൊല്ലം തേനി ഹൈവേ 4 വരിയായി വികസിക്കുമ്പോൾ ഇതിൽ കൂടുതൽ സ്ഥലത്തിൻ്റെ ആവശ്യകതയുണ്ട്. സിംഗിൾ ഓപ്പണിംഗ് ഉള്ള അടിപ്പാതയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അടിപ്പാതയുടെ മുകൾ ഭാഗത്തെ ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ ഇനി ചെയ്യാനുണ്ട്. ഇനി പുതുതായി വയാഡക്റ്റ് നിർമ്മിക്കുമ്പോൾ കുറച്ചുകൂടി സ്പേസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിയറിൻ്റെ ഭാഗത്തൊക്കെ പെയിൻറ്റിംഗ് വർക്കുകൾ ചെയ്തതായി കാണാം. ഇവിടുന്ന് കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ മണ്ണിൽ പഴയ റിബണുകൾ കാണാം. ഇത് പഴയ നാഷണൽ ഹൈവേയിൽ അറിവാൾ പാനലുകളൊക്കെ സ്ഥാപിച്ചിരുന്ന റിബണുകളാണ്. ഇവിടെ 1-2 സ്ഥലത്താണ് കൾവെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതായി കാണുന്നത്. ഇപ്പോൾ പുതുതായി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഇത്തിക്കര ഭാഗത്തെ ഭൂഗർഭ അടിപ്പാതയും തിരുമുക്കിലെ പഴയ പാതയോട് ചേർന്നുള്ള പുതിയ അടിപ്പാതയുമാണ്. ഇതുകൂടാതെ മൈലക്കാട് നിർമ്മിക്കാൻ പോകുന്ന പുതിയ അടിപ്പാതയുടെ നിർമ്മാണവും കടവൂർ ഭാഗത്ത് വരുന്ന വയാഡക്റ്റിൻ്റെ നിർമ്മാണവും മിക്കവാറും 1 വർഷമോ അതിൽ കൂടുതലോ ഇനി വർക്ക് തീരാനായി എടുക്കും.
ശാസ്ത്രീയമായ രീതിയിൽ വർക്ക് നടക്കുകയാണെങ്കിൽ 2026 ഡിസംബറോടെയോ 2027 ആദ്യ ഭാഗത്തോടെ മാത്രമേ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഭൂപ്രകൃതി അനുസരിച്ചിട്ടുള്ള ഒരു DPR അല്ല തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ കേന്ദ്രം അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള പഠനം ഒന്നുകൂടി നടക്കുകയാണ്. പല സ്ഥലങ്ങളിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രദേശവാസികളും നാട്ടുകാരും മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തമായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഇനി ഇവിടെ നിന്ന് നേരെ മങ്ങാട് കടവൂർ പാലത്തിൻ്റെ ഇടത് സൈഡിലെ വർക്കുകളൊന്ന് കാണാം. ഇവിടെ ഇപ്പോൾ പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചു മാറ്റി മണ്ണ് നിരത്തി പുതിയ റോഡിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. പുതുതായി നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൻ്റെ ഇടത് സൈഡിലെ റോഡിൽ ഇപ്പോൾ പ്രത്യേകതരം ലിക്വിഡ് ഉപയോഗിച്ച് കോട്ട് ചെയ്തിരിക്കുന്നതായി കാണാം. പഴയ പാലത്തിൻ്റെ ഭാഗത്തെ കോൺക്രീറ്റുകളെല്ലാം ഇപ്പോൾ ചിപ്പ് ചെയ്ത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ മുതൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കടവൂർ മങ്ങാട് പാലത്തിൻ്റെ തെക്ക് സൈഡിൽ അപ്രോച്ച് റോഡിലും വർക്കുകൾ നടക്കുകയാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ROB കടന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകണമെങ്കിൽ സർവീസ് റോഡ് വഴി കടവൂർ ഭാഗത്ത് വന്ന് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ച് നീരാവിൽ കഴിഞ്ഞുള്ള അണ്ടർപാസിലൂടെ മറുസൈഡിൽ വന്ന് വീണ്ടും എൻട്രി പോയിൻറ്റിലൂടെ അകത്തേക്ക് കടന്ന് വേണം പോകേണ്ടത്. 4-5 കിലോമീറ്റർ അധികം യാത്ര ചെയ്താൽ മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. പാലം കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട്. നമ്മൾ വീഡിയോ ആരംഭിച്ചത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എൻട്രി പോയിൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. കുരീപ്പുഴ, കാവനാട് എന്നീ ഭാഗങ്ങളിലെ ഹൈവേയുടെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.